ഭാരതാംബയുടെ ചിത്രം സംബന്ധിച്ച വിവാദങ്ങൾ അടങ്ങുന്നില്ല. ആരാണ് ഈ ഭാരതാംബ? എന്താണ് ഈ ഭാരതാംബയുടെ ചരിത്രം? ഈ കാലഘട്ടത്തിലും ഈ സമയത്തും വലിയ പ്രസക്തിയുള്ള രണ്ട് ചോദ്യങ്ങളാണിത്. അബനീന്ദ്ര ടാഗോറാണ് ഭാരതമാതാവിന്റെ മൂലചിത്രം വരച്ചത്. അതാരാണ് ഈ അബനീന്ദ്ര ടാഗോർ എന്നല്ലേ? രവീന്ദ്രനാഥ ടാഗോറിന്റെ അനന്തരവനാണ് ഇദ്ദേഹം. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ജനങ്ങൾക്കിടയിൽ സ്വദേശി ബോധം ഉയർത്താനാണ് അബനീന്ദ്രനാഥ് ഈ ചിത്രം വരച്ചത്. മാതൃമൂർത്തി എന്ന പേരാണ് അബനീന്ദ്രനാഥ് അന്ന് ചിത്രത്തിന് നൽകിയത്. ബംഗാളി സ്ത്രീ ശാക്തീകരണത്തെ പ്രതിനിധീകരിക്കുന്ന ഒന്നായിരുന്നു പേരും ചിത്രവും. പിന്നീടാണ് ഈ ചിത്രത്തിന് ഭാരതാംബ എന്ന പേരിടുന്നത്. 4 കൈയുള്ള കാവി വസ്ത്രധാരിയായ സ്ത്രീ, പുസ്തകവും വെള്ളത്തുണിയും നെൽക്കതിരും രുദ്രാക്ഷമാലയും പേര് നിൽക്കുന്ന ചിത്രമാണ് അദ്ദേഹം വരച്ചത്. കാൽച്ചുവട്ടിൽ താമരയും കാണാം. പ്രഭാവലയത്തിന് പിന്നിൽ അപൂർണമായ പശ്ചാത്തലം. ബ്രിട്ടനിൽ നിന്ന് വന്ന് സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യത്വം സ്വീകരിച്ച സിസ്റ്റർ നിവേദിതയാണ് ഈ ചിത്രത്തിന് ഭാരതമാതാവ് എന്ന പേരിട്ട് വ്യാപക പ്രചാരണം നൽകിയത്. ഇന്ത്യൻ ദേശീയത പടുത്തുയർത്തി ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ജനവികാരം പടുത്തുയർത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യമെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ബംഗള കലാ സാംസ്കാരിക പ്രസിദ്ധീകരണമായ പ്രഭാസിയിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ട ഈ ചിത്രം 2016 മുതലാണ് കൽക്കട്ടയിലെ വിക്ടോറിയ സ്മാരകത്തിൽ പ്രദർശിപ്പിച്ചു തുടങ്ങിയത്. 1904 കർഷൻ പ്രഭു ഹിന്ദു മുസ്ലിം ഭിന്നത ലക്ഷ്യമിട്ട് ബംഗാളിനെ മത അടിസ്ഥാനത്തിൽ 2ആയി കിഴക്കും പടിഞ്ഞാറുമായി വിഭജിച്ചതിലെ പ്രതിഷേധത്തിലാണ് സ്വദേശി പ്രസ്ഥാനം പിറക്കുന്നത്. ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ശക്തി പകരാനുണ്ടാക്കിയ നിരവധി പ്രതീകങ്ങളിൽ ഒന്നാണ് അബനീന്ദ്രനാഥ ടാഗോറിന്റെ പിന്നീട് ഭാരതമാതാവായി പരിണമിച്ച മാതൃമൂർത്തി ചിത്രം. വസ്ത്രം, വിദ്യ, ഭക്ഷണം, മോക്ഷം എന്നീ പ്രതീകങ്ങൾ ഹിന്ദുക്കൾക്കൊപ്പം മുസ്ലിങ്ങൾക്കും സ്വീകാര്യമായ ബിംബങ്ങളാണ്. അമ്മയുടെ മക്കളിലൂടെ രാജ്യത്തിന്റെ മോചനം എന്നതാണ് ചിത്രകാരൻ ലക്ഷ്യമിട്ടതെന്ന് കലാനിരൂപകർ പറയുന്നു. പിന്നീട് ഭാരതമാതാവിന്റെ ചിത്രത്തിന് പല രൂപങ്ങളുമുണ്ടായി. സാങ്കല്പിക വിശാല ഭാരത ഭൂപടത്തിന്റെ പശ്ചാത്തലത്തിൽ കാവിക്കൊടി ഏന്തി നിൽക്കുന്ന ഭാരതമാതാവിന്റെ ചിത്രം RSS ശാഖകളിൽ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ കേരള രാജ്ഭവനിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ചിത്രം ഏതാണ്ട് ഇതിന് സമാനമാണ്. അതാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.